ഫോർത്ത് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞതുണ്ടോ? നാലാമതൊരു അലോട്ട്മെന്റ് ഉണ്ടോ? കഴിഞ്ഞ വർഷങ്ങളൊക്കെ മെസ്സിക്ക് ചെയ്തതാണ്, അതുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. അത് അവിടെ ക്യാൻസൽ ആയി. ഓൾറെഡി ഉള്ളത് എഡിറ്റിംഗ് ഓപ്ഷൻ ഇനി ഇല്ല, കഴിഞ്ഞു. അതോടുകൂടി തേർഡ് അലോട്ട്മെന്റോടെ ആ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇനിയുള്ള സീറ്റ്, ഇനി അവശേഷിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ്. 41,000, ഏകദേശം 41,200 സീറ്റ്, 222 സീറ്റ്. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് ആപ്പ്. അപ്പോ ഇപ്പൊ +1കാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസുകൾ ജൂൺ 14 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അലോട്ട്മെന്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. ആ വീഡിയോയുടെ ഒക്കെ താഴെ ഒരുപാട് കമന്റ്സ് ആണ്, ഒരുപാട് സംശയങ്ങൾ. ഇനി വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ, അത് കാര്യമായിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ പറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്ഫറിനെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരുപാട് സംശയങ്ങളുണ്ട്. മുഴുവൻ സംശയങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ തീർക്കും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആണോ, അല്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ മക്കൾ കാണുക, മുഴുവൻ കാണുക. എല്ലാവർക്കും എന്ത് ചെയ്യുക, അത് യൂസ്ഫുൾ ആവും അല്ലേ. നമ്മൾ ആദ്യത്തെ ഡൗട്ട് നോക്കാം. ഫസ്റ്റ് ഡൗട്ട്, മിസ്സേ ഫോർത്ത് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞതുണ്ടോ? നാലാമതൊരു അലോട്ട്മെന്റ് ഉണ്ടോ എന്നാണ് മിസ്സിനോട് ചോദിച്ചത്. മിസ് തന്നെ ആൻസർ പറഞ്ഞു തരും. നാലാമതൊരു അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചതാണ്. ശരിക്കും ഫോർത്ത് അലോട്ട്മെന്റ് ഉണ്ട്, പക്ഷേ ഫസ്റ്റും സെക്കൻഡും തേർഡും പോലല്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പോകെ അതെ, ഫോർത്ത് അലോട്ട്മെന്റ് എന്നുള്ള പേരില്ല എങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലേ, അങ്ങനെ പറയാം. സെക്കൻഡും തേർഡും കഴിഞ്ഞു. ഇനി വരാനുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റും ട്രാൻസ്ഫർ അലോട്ട്മെന്റുമാണ്. അപ്പൊ അത് ഫസ്റ്റ് ക്ലിയർ ആണ്, ഫസ്റ്റ് ഡൗട്ട് ക്ലിയർ ആണ്. ഫോർത്ത് അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നെക്സ്റ്റ്, ഇനി കുറേ ഡൗട്ട് ഉണ്ട്. അഞ്ജനാഥൻ, അലൻ, സജ്ജ, ഒരുപാട് പേര് ചോദിച്ചു അല്ലേ. അതില് സ്മിത ചോദിച്ചത് പറയൂ, മിസ് പറയൂ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കിട്ടാൻ എന്ന് മുതൽക്കാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റുക? അതായത് ഓൾറെഡി കൊടുത്ത ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനോ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി എപ്പോ കൊടുക്കും എന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതെ, ഓൾറെഡി ഉള്ളത് എഡിറ്റിംഗ് ഓപ്ഷൻ ഇനി ഇല്ല, കഴിഞ്ഞു. അതോടുകൂടി തേർഡ് അലോട്ട്മെന്റോടെ ആ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. പുതുതായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ്, അങ്ങനെ 3 പാർട്ടായിട്ട് നിങ്ങൾ കൊടുത്തു. അത് അവിടെ കഴിഞ്ഞു, അത് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്. ഗവൺമെന്റ് അവരുടെ സൈറ്റില് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ സ്ട്രീമില് എത്ര സീറ്റ് വേക്കൻസി ഉള്ളെന്നുള്ളത് പബ്ലിഷ് ചെയ്യും. അത് ചെയ്താലുടൻ നിങ്ങൾ അത് നോക്കിയിട്ട് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാം. അത് തന്നെയാണ് അലനൊക്കെ ചോദിച്ചത്. സപ്ലിമെന്ററി അപ്ലൈ ചെയ്യാറായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സപ്ലിമെന്ററി എപ്പോഴാണെന്ന് സജ ചോദിച്ചിട്ടുണ്ട്, പിന്നെ അലൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ അഞ്ജന എന്താ ചോദിച്ചത്? അഞ്ജന ചോദിച്ചത് ഇവിടെ സപ്ലിമെന്ററിയുടെ ഫോം വന്നല്ലോ, അപ്പോൾ ഇപ്പൊ ചെയ്യാമോ എന്നുള്ളതാണ്. റിപ്ലൈ തരുമോ ചോദിച്ചിട്ടുണ്ട്. പറയൂ മിസ്, പറയൂ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ജൂലൈ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും. ജൂലൈ 2 മുതൽ 5 വരെയാണ്. ജൂലൈ 2 മുതൽ 5 വരെ അല്ലേ, 5 വരെയാണ് സപ്ലിമെന്ററി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. സോ ഈ ഒരു സമയത്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതുതായിട്ട് അപ്ലൈ ചെയ്യുക, വേക്കൻസി അനുസരിച്ച് അപ്ലൈ ചെയ്യുക. മകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതും പലർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ഉണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള ഡൗട്ട് ചോദിച്ചു. പക്ഷെ അങ്ങനെ കാത്തിരിക്കരുത്, അത് ഉറപ്പിക്കുക. അത് അവിടെ ക്യാൻസൽ ആയി. വീണ്ടും വീണ്ടും പറയാൻ കാരണം, പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളൊക്കെ മെസ്സിക്ക് ചെയ്തതാണ്, അതുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. അത് അവിടെ ക്യാൻസൽ ആയി. പുതിയ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. കഴിഞ്ഞ വർഷം വന്ന മിസ്റ്റേക്സ് നിങ്ങൾ ഇത്തവണ ആവർത്തിക്കരുത്, നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. യെസ്, അടുത്തത്. അടുത്ത സംശയം മാളു അമ്മുവാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ മുൻപ് കൊടുത്തത് പോലെയാണോ കൊടുക്കേണ്ടത്? അതെ അതെ, മുമ്പ് കൊടുത്ത അതേ വെബ്സൈറ്റിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തോ, നിങ്ങൾക്ക് അറിയാലോ അത് എങ്ങനെയാണോ ആ പ്രോസസ്, അത് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് റിസൾട്ട് വരിക? അതായത് സപ്ലിമെന്ററിയുടെ റിസൾട്ട് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. സപ്ലിമെന്ററി റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. സപ്ലിമെന്ററി 2-നും 5-നും ഇടയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് എപ്പോഴാണ്, സപ്ലിമെന്ററി അലോട്ട്മെന്റ് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂലൈ 8-നാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എത്ര ജൂലൈ 8-ാം തീയതി പബ്ലിഷ് ചെയ്യും. അതിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതെ, ഇപ്പോ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ആലോചിക്കേണ്ട കാര്യം, സപ്ലിമെന്ററി 2 എണ്ണം ആക്ച്വലി ഉണ്ട്. ഒന്നിൽ കംപ്ലീറ്റ് സീറ്റ് ഫിൽ ആവുകയാണെങ്കിൽ അവസാനിക്കും. അതെ, ഒന്നിൽ തന്നെ കംപ്ലീറ്റ് അത് പോവുകയാണെങ്കിൽ പിന്നെ സാധ്യത ഇല്ലെങ്കിൽ ഇനിയും സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ വീണ്ടും സപ്ലിമെന്ററി രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തരും. നിങ്ങളുടെ കമന്റ്സിനൊക്കെ റിപ്ലൈ തരും. ആൻഡ് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ അപ്ഡേറ്റും കറക്റ്റ് സമയത്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അത് തന്നെയാണ് ചോദിച്ചത്. ജൂലൈ 2 അപേക്ഷ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്നാ വരിക?
ജൂലൈ 8 ജൂലൈ 8 പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ചോദ്യം ട്വിൻ ആണ് ചോദിച്ചിരിക്കുന്നത് ആർട്ടി. സപ്ലിമെന്ററിയിൽ ട്രാൻസ്ഫർ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ട്രാൻസ്ഫർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ എന്നാണ് പ്രോസസ് നടക്കുന്നത്. സപ്ലിമെന്ററി ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സപ്ലിമെന്ററിയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ പ്രോസസ് നടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടും രണ്ട് തന്നെയാണ്, രണ്ടും രണ്ട് അലോട്ട്മെന്റ് തന്നെയാണ്. അപ്പം ഇത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ പ്രോസസ്സും ഇതും തമ്മിൽ വ്യത്യസ്തമാണ്, ആക്ച്വലി ഡിഫറെന്റ് ആണ് അല്ലെ. സപ്ലിമെന്ററിയില് ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, പക്ഷെ ട്രാൻസ്ഫർ അങ്ങനല്ല. പക്ഷേ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും കിട്ടിയവർക്കും സപ്ലിമെന്ററി വഴി അഡ്മിഷൻ നേടിയ കുട്ടികൾക്കും ട്രാൻസ്ഫറിന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ തുടങ്ങുള്ളൂ. ഓക്കെ, രണ്ട് തന്നെയാണ്. അടുത്തത് തണ്ടർ ഗെയിമർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ സെക്കൻഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ കഴിയില്ലേ എന്നാ ചോദിച്ചല്ലേ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, അപ്പൊ പിന്നെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂള് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ട്രാൻസ്ഫർ എന്നുള്ള പോസിബിലിറ്റി ഇല്ല. അത് നമ്മള് ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ തന്നെ മക്കളോട് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നിടത്ത് മാത്രം ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഗവൺമെന്റ് അങ്ങനെ തന്നെ നിങ്ങൾ അതിനെ തന്നെയാണ് ആ പ്രോസസ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു ആ വീഡിയോയിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ആ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഫസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈവൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ഓപ്ഷനിലാണ് ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തെന്ന് കരുതുക, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് മാറാൻ ആ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സ്കൂൾ വെച്ച് മാറാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇനി കഴിയില്ല ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാൻ. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ പെർമനന്റ് ആയിട്ട് അതാണ് നിങ്ങളുടെ ഈ വർഷത്തെ സ്കൂൾ. നജിയ, വേക്കൻസി ലിസ്റ്റ് വന്നോ എന്നാണ് നജീദ് ചോദിച്ചത്. വേക്കൻസി ലിസ്റ്റ് വന്നോ എന്നുള്ളത് നമുക്ക് ഒഫീഷ്യലി വേക്കൻസി ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്, മനോരമ ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസ് അനുസരിച്ച് എത്ര സീറ്റ് അവൈലബിൾ ആണെന്ന് അത് ഒരു എക്സാക്ട് ഡീറ്റെയിൽസ് ഒന്നുമല്ല, എന്നാലും ഏകദേശ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലെയും ഓരോ സ്കൂളുകളിലും സയൻസിൽ എത്ര, കൊമേഴ്സിൽ എത്ര വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈറ്റിൽ കിട്ടുന്നതാണ് അല്ലേ. അപ്പൊ പക്ഷെ ഇതില് നമുക്ക് ഇതൊന്നും നോക്കാം. മനോരമ ഓൺലൈനിൽ കൊടുത്ത കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവർക്ക് ആശ്വാസമാവും നിങ്ങൾക്ക് അല്ലേ. യെസ്, ഇതനുസരിച്ച് 4,21,000 പേരാണ് മെറിറ്റ് കോട്ടയിൽ 3 അലോട്ട്മെന്റിലായിട്ട് അപ്ലൈ ചെയ്തവരല്ലേ. പ്രവേശനം നേടിയൊരു ശ്രദ്ധിക്കണം, 2,67,000 പേർക്കാണ് ഏകദേശം പ്രവേശനം നേടിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ പ്രവേശനം നേടിയിട്ടില്ല. 77,000 പേര് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടിയിട്ടില്ല. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇനിയുള്ള സീറ്റ്, ഇനി അവശേഷിക്കുന്ന സീറ്റുകളുടെ എണ്ണാണ്. ഏകദേശം 41,200 സീറ്റ്, 122 സീറ്റ് എന്തുണ്ട് ബാക്കിയുണ്ട് അല്ലേ മെറിറ്റ് കോട്ടയിലും ഉണ്ടെന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ എക്സാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പോലും അവരൊരു ഏകദേശം കണക്കെടുത്ത് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ കണക്കനുസരിച്ച് സൈറ്റിലുള്ള ഡീറ്റെയിൽസ് തൽക്കാലം നമുക്ക് അവൈലബിൾ അല്ലാതെ വന്നാൽ ഉടനെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. അതെ, അടുത്ത വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ജില്ലയിലുള്ള ഓരോ ജില്ലയിലും വേക്കൻസി നമ്മൾ നിങ്ങൾക്ക് റിപ്പോർട്ട്, ഓരോ സ്കൂളിലെയും ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഓക്കെ, ഏറ്റവും കൂടുതൽ സീറ്റ് ക്ഷാമം ഒക്കെ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അവർക്ക് എക്സ്ട്രാ ബാച്ചുകൾ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവർക്കും സീറ്റ് ഉറപ്പ് വരുത്തുന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ ക്രൈസിസ് എവിടെയാണോ സീറ്റ് കുറവുള്ളത് ആ ജില്ലകളിലൊക്കെ ഗവൺമെന്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറ്റ് അനുവദിക്കുക, പുതിയ ബാച്ചുകൾ അനുവദിക്കാറുണ്ട്. എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം, ആദ്യം വെച്ച സ്കൂളിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഇനി കൊടുക്കാൻ പറ്റുമോ എന്ന്. ആദ്യം വെച്ച സ്കൂൾ എന്ന് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂൾ, അവർ പറഞ്ഞ ഫസ്റ്റ് പ്രിലിമിനറി ആയിട്ട് അവിടെ ഉദ്ദേശിച്ചത് ഫസ്റ്റ്, അതായത് തേർഡ് അലോട്ട്മെന്റ് വരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത സ്കൂളിൽ ഇനി സീറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, അവിടെ പോസിബിൾ അല്ല എന്നുള്ള അല്ലെ. അതിൽ എന്ത് ചെയ്യാ, അല്ല ആദ്യം വെച്ച സ്കൂളിൽ സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് സെക്കൻഡ് സ്കൂളിലാണ് കൊടുക്കാൻ പറ്റും. അവർ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വെച്ച സ്കൂളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. സെന്റ് ജോസഫ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ സ്കൂൾ വെച്ചതെങ്കിൽ ആ സ്കൂളിൽ മോൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, സെക്കൻഡിലോ തേർഡിലോ ആണ് ഇപ്പൊ പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ ആ സ്കൂളിൽ സീറ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, സപ്ലിമെന്ററിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അവിടെയാണ് പ്രോബ്ലം. സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, റെഡി.
ആൻഡ് അടുത്തത് ഷമീമ ചോദിച്ചിരിക്കുന്നു. ഷമീമ ഫസ്റ്റ് സപ്ലിമെന്ററി ആണോ ട്രാൻസ്ഫർ ആണോ വരുന്നത് എന്നല്ല, സപ്ലിമെന്ററി ആണോ ട്രാൻസ്ഫർ ആണോ ഫസ്റ്റ് വരുന്നത് മിസ്സേ ഏതായിരിക്കും? സപ്ലിമെന്ററി തന്നെയാണ് അല്ലേ? Yes. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും. അതായത് അഡ്മിഷൻ പ്രോസസ് മുഴുവനായതിനു ശേഷം മാത്രമേ ട്രാൻസ്ഫർ എന്നുള്ള പ്രോസസ്സിലേക്ക് ഗവൺമെന്റ് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ കാരണം എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, ഈ ട്രാൻസ്ഫറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സപ്ലിമെന്ററിയിൽ ഇതുവരെ ലഭിക്കാത്ത കുട്ടികൾ മാത്രമാണുള്ളത്. പക്ഷേ ട്രാൻസ്ഫറിൽ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും സപ്ലിമെന്ററിയിലും ഉൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും കിട്ടണം ചെയ്യാൻ സാധിക്കും. Yes. അപ്പൊ ഷമീമ Okay അല്ലേ? ക്ലിയർ Yes. ആയെന്ന് വിശ്വസിക്കുന്നു. സ്ക്വാഡ് ചോദിച്ചിട്ടുണ്ട്. സ്ക്വാഡ് പെർമനന്റ് ആക്കിയവർ സപ്ലിമെന്ററി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മിസ് പറയും. പെർമനന്റ് അതായത് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർ അത് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാം, ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അഡ്മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഏത് സ്കൂളിലാണോ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പെർമനന്റ് ആക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പെർമനന്റ് ആക്കിയവർ ആ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആ പെർമനന്റ് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഒരിക്കലും സപ്ലിമെന്ററിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങളുടെ അവസരം വരുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെന്റിലായിരിക്കും. നിങ്ങൾക്ക് സ്കൂളല്ല ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് പോകാൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് തന്നെയാണ് അവിടെ ഓപ്ഷൻ ഉള്ളത് അല്ലേ? അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സ്ക്വാഡിന് വെയിറ്റ് ചെയ്താൽ അവസരം വരുമെന്ന് വിശ്വസിക്കാം. റെയ്ഹാന സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം ആണ് എന്നാണ് സ്കൂൾ സ്റ്റാർട്ട് ആവുക? സ്കൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ? ജൂൺ 24 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സപ്ലിമെന്ററി എന്ത് ചെയ്യാ, 2-നും 5-നും ഇടയിലാണ് സപ്ലിമെന്ററി നിങ്ങൾക്ക് വരുന്നത്. എന്നാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്സുകൾ ജൂൺ 24 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ സപ്ലിമെന്ററിയുടെ റിസൾട്ട് ജൂലൈ 8-നാണ് വരിക. അപ്പൊ ജൂലൈ 8-ന് ശേഷം വന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതായത് എന്ത് ചെയ്യാ, അതിനൊരു പെർട്ടിക്കുലർ ഡേ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജൂലൈ 8-ന് ശേഷം നിങ്ങൾക്ക് എന്ന് പോയി അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് അല്ലേ? ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു മക്കളെ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴേ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ഈഗിഡിലൊക്കെ അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകളൊക്കെ നോക്കി പഠിക്കുക. ആൻഡ് ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിഡ്ജ് ക്ലാസ്സുകൾ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ആയിരിക്കില്ല, അത് അവരുടെ കൂടെ തന്നെ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത ബാച്ചിലർ സ്റ്റുഡൻസിനൊപ്പം തന്നെ ആയിരിക്കും പഠിക്കേണ്ടതായിട്ട് വരിക. പക്ഷെ എക്സ്ട്രാ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് ക്ലാസ് എടുത്ത് നിങ്ങളെ അവരുടെ ഓവറായിട്ട് വെറിഡ് ആവേണ്ട ആവശ്യമില്ല. ഈഗന്റെ +1 ചാനലിൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എല്ലാത്തിന്റെയും ഓരോ ചാപ്റ്ററും വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ കിട്ടാത്ത ഒരു പ്രോബ്ലം ഇല്ല. എല്ലാ വർഷങ്ങളിലും നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് കണ്ടു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഒരുപാട് സീറ്റുകൾ വേക്കൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഒരുപാട് സീറ്റ് ഇല്ല എന്നൊക്കെ എന്ത് ചെയ്യാ പത്രങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരും. പക്ഷേ എന്ത് ചെയ്യാ യാഥാർത്ഥ്യം ഇതല്ല. ടോട്ടലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും സീറ്റുകൾ അവൈലബിൾ ആണ്, അഡ്മിഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. ലൈവ് ക്ലാസ് ലൈഗന്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങളെ സകല പ്രോബ്ലം എന്ത് ചെയ്യും, ഈ ടെൻഷനൊക്കെ മാറി. നമ്മുടെ ഇപ്പോ റേസ് പബ്ലിക് സ്കൂൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് +1 +2 കുട്ടികൾക്ക് നീറ്റ് JEE പഠിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് ബാച്ചുകളുണ്ട്. നമ്മൾ മാത്രമല്ല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. അതുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ടെൻഷൻ അത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇവർക്ക് ഉണ്ടാവുക, ഞങ്ങളിപ്പോൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ മിസ്സായില്ലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനൊരു സൊല്യൂഷൻ ആണെന്ത് ഏകൺ അല്ലേ? റെഡി. നെക്സ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം സ്കൂൾ സ്റ്റാർട്ട് ആവുക. അപ്പൊ ശേഷം എന്നുള്ളതില്ല, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് ക്ലാസ് ഉണ്ടായിരിക്കും എന്നാണോ അഡ്മിഷൻ എടുക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ആവും. ഓൾറെഡി ഉള്ള ബാച്ചിലായിരിക്കും ജോയിൻ ചെയ്യുക. വിഷ്ണു ചോദിച്ചിട്ടുണ്ട്, സർ ട്രാൻസ്ഫർ എപ്പോഴാണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ട്രാൻസ്ഫർ ഡേറ്റ് എന്നാണ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത്. അതേപോലെ ട്രാൻസ്ഫർ ജൂലൈ കഴിയുമോ? അതെ, കഴിയും എന്നാണ് നമ്മുടെ പ്രോസ്പെക്ടസിൽ എന്തായാലും നമ്മുടെ പ്രോസ്പെക്ടസ് അനുസരിച്ച് ജൂലൈ 30-ന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരിക. അതായത് ജൂലൈ 30-നായിരിക്കും എല്ലാ പ്രോസസും അല്ലെ, എല്ലാ അലോട്ട്മെന്റ് എല്ലാ പ്രോസസ്സും അവസാനിച്ചതിന് ശേഷമാണ്. സോ ഓൾറെഡി ജോയിൻ ചെയ്ത സ്കൂളുകളിൽ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ജൂലൈ 30-ന് ശേഷമായിരിക്കും തീർച്ചയായിട്ടും. മിസ്റ്റർ ഓപ്ഷൻ പറഞ്ഞു സപ്ലിമെന്ററിയിൽ, അതായത് എന്തുകൊണ്ട് ജൂലൈ 30-ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് സപ്ലിമെന്ററിയിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിയണമെന്നില്ല. ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് വേക്കന്റ് വന്നാൽ രണ്ടാമത് നടത്തും. അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്, ജൂലൈ 30 വരെയുള്ള ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ, അപ്പൊ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും
ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് നടക്കുക ജൂലൈക്ക് ശേഷമായിരിക്കും. ഇതുവരെ എല്ലാം പ്രോസ്പെക്ടസ് അനുസരിച്ചാണ് ഇതും അപ്പൊ ഇതും അതുപോലെ തന്നെയായിരിക്കും മൂവി. ഓക്കെ, വിഷ്ണു മരിയ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ നമ്മള് ഏകദേശം നമ്മൾ എല്ലാ കമന്റ്സും നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയിരുന്നു. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വീണ്ടും അപ്ലൈ ചെയ്യണം, ആ കാര്യം ഒരിക്കലും മറക്കരുത്. ഇതുവരെ ഉള്ളതെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് അലോട്ട്മെന്റ് വരെ വെച്ച് എല്ലാ ഓപ്ഷനും കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുള്ള അവസരം ജൂലൈ 2 മുതൽ 5 വരെ ആയിരിക്കും. ജൂലൈ 8 ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരിക. ജൂലൈ 30 ശേഷമായിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരിക. അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങളെല്ലാം നിങ്ങളെ കൂടെ തന്നെ ഏകൺ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം മറന്നു പോരുത്, വീഡിയോ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടാണ് അല്ലേ, യൂസ്ഫുൾ ആകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ അത്രയും ഡാറ്റ കളക്ട് ചെയ്ത് ജെനുവിൻ ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മക്കളെ ലൈക്ക് ചെയ്യുക. അതെ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി വീഡിയോ. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ അതിന് റിപ്ലൈ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായും. പിന്നെ അതുപോലെ ഒരു കാര്യം, ഇതാ ഇപ്പൊ അഡ്മിഷൻ കിട്ടാത്ത നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പൊ 8A+ ഉണ്ട്, എനിക്ക് 7A+ ഉണ്ട്, അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറയുന്ന സ്റ്റുഡൻസ് നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊരു ചില കുട്ടികൾ സംശയം ഉണ്ടാക്കി എഡിറ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ, അങ്ങനെയുള്ളവർക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോ എങ്ങനെയും അവരിലെത്തിക്കുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്. അഡ്മിഷൻ കിട്ടാത്ത എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ക്ലാസുകൾ, അതെ, പ്ലസ് വണ്ണിലേക്ക് വേണ്ട നിങ്ങളുടെ മുഴുവൻ ക്ലാസ്സുകളും ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഏഗൺ +1 ചാനലിൽ അവൈലബിൾ ആണ്. അതായത് സപ്ലിമെന്ററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ക്ലാസ് മിസ്സാവോ എന്നായിരുന്നു അല്ലേ, ആയിരിക്കും നമ്മുടെ ക്ലാസ്. അതേപോലെ നമ്മുടെ ഏഗന്റെ ആപ്പ് ഉണ്ട്, ഏഗൺ ആപ്പ് ഉണ്ട്, +1 യുവ ബാച്ച് ഉണ്ട്, അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ യൂട്യൂബ് ക്ലാസ്സുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആപ്പിൽ എന്തില്ല, ലിമിറ്റേഷൻസ് ഇല്ല, അത്രയും ഡീറ്റെയിൽ ആണ്. ഡെയിലി ക്ലാസ്സുകൾ ഉണ്ട്, ഡെയിലി ലൈവ് അല്ലേ, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ ചാപ്റ്ററിന്റെയും റെക്കോർഡഡ് ക്ലാസ് ഇപ്പോഴേ ഒരു ആപ്പിൽ, ഏതെങ്കിലും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ആവുകയാണെങ്കിൽ അതിന് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അങ്ങനല്ല, ഇനി ആപ്പ് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 14 ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ അത് യൂസ് ചെയ്ത്, ഈവൻ നമ്മൾ എന്ത് പറയുന്നില്ല, നിങ്ങൾ അത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. 14 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അതല്ല, അവർക്ക് സപ്പോസ് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ചാപ്റ്റർ അവർ ക്ലിയർ ചെയ്തോട്ടെ. ചാപ്റ്റർ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററിയിലാണ് കിട്ടുന്നതെങ്കിൽ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കും. ഈ 14 ഡേയ്സിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിക്കാൻ. നമ്മളിപ്പോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? എന്നാ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. റെഡി, ബൈ.